ഹലോ അസ്സാം വലൈക്കും. ഷിൻസിസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? എല്ലാവരും സുഖമായിരിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ചിക്കൻ വെച്ചിട്ട് സൂപ്പറായിട്ട് ഒരു പുട്ട് ഉണ്ടാക്കിയാലോ? അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമുക്ക് ഈ ഒരു പുട്ട് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ കറിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമുക്ക് കറിയൊന്നും വേണ്ട, കാരണം നമുക്ക് പാകത്തിനുള്ള എരിവൊക്കെ വെച്ചിട്ടുള്ള ഒരു പുട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം അല്ലേ. അപ്പോൾ ചിക്കന് ഞാനിതാ എല്ലില്ലാണ്ട് പീസ് മാത്രം എടുത്തിട്ട് ഉപ്പും അതുപോലെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് വേവിച്ചിട്ട് അതൊന്ന് ക്രഷാക്കി എടുത്തു കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു തവി വെച്ചിട്ട് തന്നെയാണ് ഇത് ഉടച്ചത് കേട്ടോ. നല്ലോണം പൊടിഞ്ഞു പോവാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം അതുപോലെ കിട്ടണം, നമുക്കൊന്ന് ക്രഷാക്കി എടുത്താൽ മതി. അപ്പം അത് കൈകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പിച്ചി പിച്ചി ഇട്ട് കൊടുത്താലും മതി കേട്ടോ. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ളത് ഇതാ സവോള കുറച്ച് മതി. ഞാൻ എടുത്തിട്ടുള്ള ആ ഒരു ചിക്കൻക്കുള്ള പാകത്തിനുള്ളതാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ചിക്കൻ കുറച്ച് കൂടുതൽ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ലേശം കൂട്ടി കൊടുക്കുക, ഒരുപാട് എടുക്കരുത്. അതുപോലെ ഓരോ ടീസ്പൂൺ വെച്ചിട്ടാണ് പൊടികൾ എടുത്തിട്ടുള്ളത് കേട്ടോ. മുളക് പൊടി 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതുപോലെ ചിക്കൻ മസാല, അതുപോലെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെന്താ ഗരം മസാല, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടി ഇതൊക്കെ കൂടി എടുക്കുക. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി വേണം കേട്ടോ. പിന്നെ ആ സമയം തന്നെ ഞാൻ പുട്ടിൻ്റെ പൊടിയും കൂടെ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ശരിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ ഒന്ന് വറ്റുന്ന റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുട്ട് ഉണ്ടാക്കുമ്പോൾ ഒന്നും കൂടെ അതൊന്ന് നനച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ചിക്കൻ റെഡിയാക്കാനുള്ളതിൽക്ക് ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ളത് ഇതാ സവോള ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വെളിച്ചെണ്ണയിലേക്ക് ഞാനിതാ വെളിച്ചെണ്ണ ചൂടായി. അപ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ സവാള പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പുട്ടിൽ ഉപ്പുണ്ടാവും. ഉപ്പിട്ടിൻ്റെ പൊടിയിൽ നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് നമ്മൾ ചിക്കനും വേവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടി ഒക്കെ ഉപ്പാകുമ്പോൾ ഒരുപാട് ഏറിപ്പോവരുത് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ സവാള ഇട്ട് കൊടുത്ത് അത് നല്ലോണം ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട്. പിന്നെന്താ ഒരുപാട് പൊരിച്ച പോലെ ഒന്നും ആക്കണ്ട. അതിലേക്ക് പിന്നെ ഞാനിതാ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കുഞ്ഞു തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മളുടെ ഈ ചിക്കനിക്ക് പാകത്തിനുള്ളതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നോക്കിയിട്ട് എടുത്താൽ മതി. പിന്നെ അതിലേക്ക് ഞാനിതാ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കിയിട്ടുള്ളത് ഒരു 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുഞ്ഞു ടീസ്പൂണിലാണ് കേട്ടോ. പിന്നെ നമുക്ക് അതിലേക്ക് അതൊന്ന് മൂപ്പിച്ച ശേഷം നമുക്ക് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുരുമുളക് പൊടിയും കൂടെ നമുക്ക് എരിവിന് കുറച്ചായിട്ട് കുരുമുളക് പൊടി ചേർക്കുക. അതുപോലെ 1 ടീസ്പൂൺ മുളക് പൊടിക്ക് പകരം കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കുരുമുളക് പൊടി കുറച്ച് കൂട്ടിയിട്ടാൽ മതി. അപ്പോൾ എരിവുണ്ടാവും. അപ്പോൾ അതാ നമുക്കത് നല്ലോണം ആ എണ്ണയിലൊന്ന് മൂപ്പിച്ചിട്ടോ. പൊടികൾ നല്ലോണം ഒന്ന് മൂപ്പിച്ച ശേഷം നമുക്ക് ഇതാ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ ക്രഷാക്കി വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇനി നല്ലോണം ഇതൊന്ന് മിക്സാക്കി എടുക്കുക. പിന്നെ നമ്മളുടെ ഈ ചിക്കൻ ഓരോ പീസിലും നമുക്ക് അതിൻ്റെ ആ ഒരു മസാല ചെല്ലണം കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് വളരെ സാവധാനമാക്കിയിട്ട് മസാല ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. ഓവർ ഫ്ലെയിം വെച്ച് കൊടുക്കണ്ട കേട്ടോ. ഗ്യാസ് നല്ലോണം കുറച്ചിട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ വേണമെങ്കിൽ ഒന്ന് കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം നല്ലോണം കുറച്ച് വെച്ചിട്ട് ഇതുപോലെ ഇതാ എല്ലായിടത്തും നല്ലോണം എത്തണം കേട്ടോ. അതിൻ്റെ ആ മുളക് പൊടിയും ഉപ്പും പുളിയൊക്കെ നല്ലോണം എത്തണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുകയാണ്. നമുക്കിതിൽ ഗ്രേവി ഒന്നും ഇല്ല, വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്നുണ്ട് പിടിക്കൂല അതിൽ. അപ്പോൾ അതിനാണ് നമ്മൾ പതുക്കനെ കുറച്ച് സമയമാക്കിയിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഇതതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നത് കേട്ടോ. കറിയൊക്കെ ഉണ്ടെച്ചെങ്കിൽ പെട്ടെന്ന് പിടിക്കും. പിന്നെ നമുക്ക് ഇതിലേക്ക് തേങ്ങ ഇഷ്ടമാണെങ്കിൽ ഒരു പിടി തേങ്ങ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ തേങ്ങ ഇടണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പിന്നെ തേങ്ങ ഇട്ടില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ ചെയ്ത സമയത്ത് ലാസ്റ്റ് ആവുമ്പോൾ ഒരു പിടി തേങ്ങ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇഷ്ടമുള്ളവർ ഒരു പിടി തേങ്ങ ഇട്ട് കൊടുക്കുക. അതുപോലെ മല്ലിയില ഉണ്ടെങ്കിൽ സൂപ്പറാണ് കേട്ടോ അതിൻ്റെ ആ ഒരു ഫ്ലേവർ. അപ്പോൾ ഇവിടെ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. പിന്നെ കറിവേപ്പില ഇടുന്നില്ല, താല്പര്യം ഉണ്ടെങ്കിൽ ഇടാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് കണ്ടോ. ഇതുപോലെ ഇതിലിപ്പോൾ എല്ലാ പീസിലേക്കും നല്ലോണം ഉപ്പും പുളിയും മുളക് പൊടി എല്ലാം പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ പുട്ടുപൊടി ഇതാ ഒന്നും കൂടെ ഞാനൊന്ന് നനച്ചിട്ട് ഒന്നുകൂടെ റെഡിയാക്കി എടുത്തു കേട്ടോ. അപ്പോൾ പുട്ടുപൊടി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പുട്ടുണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുമ്പോൾ തേങ്ങ ഇട്ട് കൊടുക്കുമല്ലോ. അപ്പോൾ അതുപോലെ നമുക്ക് ഇതാ ഈ ഒരു മിക്സ് ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ്റെ മിക്സ് ഇട്ട് കൊടുത്തിട്ട് ഒക്കെ നമ്മുടെ ആവശ്യത്തിനുള്ള ഇട്ട് കൊടുക്കുക. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ, കുറച്ച് മതിയെങ്കിൽ കുറച്ചിട്ട് കൊടുക്കുക.
ഇട്ട് കൊടുത്തിട്ട് പിന്നെ ദാ നമുക്ക് പുട്ടിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ആ സമയത്ത് ഞാൻ പുട്ടും കുടത്തിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ പുട്ടും വെച്ച് കൊടുത്തു. നമ്മൾ ഫസ്റ്റ് വെച്ചിട്ടുള്ള പുട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ കണ്ട നമ്മുടെ അടിപൊളിയായിട്ടുള്ള പുട്ട് ഇതാ. അപ്പോൾ ഇനി ഞാൻ ബാക്കിയുള്ള പുട്ടും കൂടെ ഒന്ന് ഉണ്ടാക്കി എടുക്കട്ടെ കേട്ടോ. അപ്പം ഞാനിതാ നമ്മുടെ പുട്ടൊക്കെ ഇതാ സൂപ്പറായിട്ടൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നമ്മളെ ചാനൽ കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടി മറന്നു പോവല്ല. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ. നമ്മുടെ ചാനലിൽ ഒരുപാട് റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് കയറി കണ്ട് നോക്കിയിട്ട് അത് ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്കും കൂടെ. അപ്പോൾ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഇന്നത്തെ ഈ ചിക്കൻ പുട്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് ഇതിലേക്ക് കറിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതിൽ കുരുമുളക് പൊടി കുറച്ച് എരിവിനാക്കിയിട്ട് കൂടുതൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പൊടികൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. മുളക് പൊടിക്ക് പകരം കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് എരിവ് ഒരുപാടായിട്ട് വരില്ല. പിന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എരിവായിട്ട് കടിക്കുമ്പോൾ മുളക് കടിക്കും അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അടിപൊളിയായിട്ട് കുട്ടികൾക്കും കൊടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ടൊന്ന് ഫീഡ്ബാക്ക് തരണം കേട്ടോ. അപ്പോൾ അതുപോലെ ഇത് കഴിച്ച് നോക്കാത്തവരൊന്ന് കഴിച്ച് നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് തരിക. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.